അത് ശരിക്കും ആ മുതവസ്സിലായ കൊണ്ട് തന്നെ ധരിപ്പിക്കണം. എങ്ങനെ മുതവസ്സിലായി ധരിപ്പിക്കുക എന്നാൽ റബ്ബിന്റെ ദിക്ർ ചെയ്യണം. എങ്ങനെ ദിക്ർ ചെയ്താൽ മതി? നമ്മൾ അഫ്ളൽ ദിക്ർ എന്ന് പറഞ്ഞിട്ട് കാരണത്തിന് 10 വട്ടം തബത്തിലായ എങ്ങനെ തബത്തിലാവുന്നത്, എങ്ങനെ മുറിയണത്? എല്ലാ ഇടങ്ങളും മനസ്സ് കയറ്റിച്ചിട്ടല്ലേ ചെല്ലിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ എങ്ങനെയാണ് തബത്തിൽ കാണാൻ പറ്റും? മുറിയെന്നല്ലേ. അതുകൊണ്ടൊന്നും തബത്തിലാവില്ല. തബത്തിലാവണമെങ്കിൽ കുറച്ച് പണിയുണ്ട്. നിന്റെ റബ്ബിന്റെ ദിക്ർ നീ ചെയ്തുകൊണ്ടിരിക്കണം, ദിക്ർ ചെയ്യണം. എന്നിട്ട് ആ ദിക്റിലൂടെ നീ എന്തായി പോണം? തബത്തൽ ഇലൈഹി, ഇതിപ്പോ പേര് എഴുതിക്കൊണ്ടിരിക്കണം. പിന്നെ അല്ലാഹുവിലേക്ക് തന്നെ എത്തിപ്പെടണം. തബത്തൽ ഇലൈഹി, അല്ലാഹുവിലേക്ക് ഞാൻ മുറിഞ്ഞു പോകണം. അപ്പോ ഈ ദിക്റിന്റെ നൈരന്തര്യം, ഈ ദിക്റിന്റെ ദവാമ്, അതുകൊണ്ട് ഈ തബത്തിലേക്ക് എത്തിപ്പെടാൻ കഴിയുള്ളൂ. പിന്നെ അവിടെ ആ അള്ളാഹു അല്ലാതെ മറ്റൊന്നും അവിടെ അല്ലേ. പിന്നെ അപ്പൊ ഇതുകൊണ്ട് പിന്നെ മുസമ്മയിലേക്ക് എത്തുന്ന പരിപാടിയാണ്. മഹാനായ സുഹൃവർത്തി തങ്ങൾ ഈ അംഫാസിന്റെ ദിക്റൊക്കെ പറഞ്ഞതിന് ശേഷം അവിടുന്ന് സുഹൃവർത്തി തങ്ങൾ പറഞ്ഞതായത് ഉദ്ധരിക്കുകയാണ്. എന്താ കരിമത്ത് തയ്യബൈ നിരക്ക് വരിപ്പിക്കണമെന്ന്. ഇതൊക്കെ നമ്മളെ മുമ്പിൽ ഉണ്ടായിട്ട് നമ്മളിതൊക്കെ അവഗണിച്ച് പോകുക എന്നുള്ളത് ശരിയല്ല. അതിന് മാർഗം ശരിക്കും നാം അന്വേഷിക്കണം. നമ്മൾ പഠിച്ചു വെച്ച കാര്യങ്ങൾ അത് പരീക്ഷ ചെയ്താലുള്ള കാര്യം മാത്രമല്ല, പരീക്ഷ എഴുതിയിട്ട് മാർക്ക് വാങ്ങാനുള്ള പരിപാടിയില്ല. നമ്മുടെ ജീവിതത്തിൽ അനുവർത്തിക്കാനുള്ള ഏറ്റവും ശക്തമായ നിർദ്ദേശങ്ങളാണ് മഹാനായ സയ്യിദ് മഖ്ദൂം റളിയല്ലാഹു അൻഹു നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. എന്നിട്ട് നമുക്ക് ഈ ശരിയനുസരിച്ചിട്ട് പോയാൽ പോലെ ശരിയെന്ന് പഠിപ്പിച്ചിട്ട് മഹാന്മാരായ ഗുരുവര്യന്മാരാണ് ഇത് പഠിപ്പിച്ചു തരുന്നത്. ഈ ശരിയെന്ന് പോലെ നമുക്ക് അങ്ങനെ നടക്കേണ്ട ആവശ്യമില്ല. ശേഖത്തിനാണ് വിക്രമത്തിനാണെന്നൊക്കെ ചോദിക്കുന്നത് നമ്മുടെ ഈ ശ്രദ്ധയില്ലായ്മയിൽ നിന്നാണ് പണ്ഡിതന്മാരെ സംബന്ധിച്ചിടത്തോളം. അല്ലാത്തവർക്ക് ആ കാര്യം അറിയാത്തതുകൊണ്ടാണ്. അപ്പോ ഇങ്ങനെ കാതിരിയ തെളിയുന്നത് തന്നെ അതിന്റെ വിവിധങ്ങളായ ഘട്ടങ്ങളെ പറ്റി, അതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ്, പിന്നെ അടുത്ത സ്റ്റെപ്പ്, പിന്നെ അടുത്ത സ്റ്റെപ്പ്, അതിന്റെ പരിപൂർണമായ അവസ്ഥകൾ, ഇതൊക്കെ ശരിക്കും മഹാന്മാർ തന്നെ നമ്മുടെ മുമ്പിൽ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കണം. എന്നിട്ട് അതിന്റെ പരിപൂർണമായ അവസ്ഥയിലേക്ക് എത്തിപ്പെടാൻ നാം അധ്വാനിക്കണം, അത് നാം അന്വേഷിക്കണം. ഇത് എങ്ങനെയും നോക്കി പഠിച്ചാൽ കിട്ടുന്ന കാര്യമല്ല. മഹാനായ അലിയും മഹാനവുകൾ നമ്മൾ പറഞ്ഞു വന്ന അവിടെ നിന്നല്ല. മഹാനായ അലി റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അന്വേഷിക്കുകയാണ്, എനിക്ക് യാ റസൂലുള്ളാഹി ദുല്ലനി അലാ അഖറബി തുറഖിലല്ലാഹ്, അല്ലാഹുവിലേക്ക് എത്താൻ ഏറ്റവും പെട്ടെന്ന് എത്താനുള്ള ഒരു ദുരീഖത്ത് പരിപാടി എനിക്ക് പറഞ്ഞതാണ്. അത് മറ്റുള്ള തരീഖത്തുകളെ പോലെ ആവാൻ പാടില്ല. കാരണം എനിക്കിപ്പോ എൻ്റെ അവസ്ഥക്കനുസരിച്ച് വറകേറ്റാനൊന്നും എനിക്ക് വെച്ച, അതൊക്കെ വറകേറ്റിട്ട് അള്ളാഹുവിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ കുറച്ച് പണിയാണ്. തീർത്ത് നടത്തി പറയപ്പെട്ട മാതിരി അള്ളാഹുവിലേക്ക് ശമ്പളത്തിന്റെ ഇടയിലും ഞങ്ങളുടെ വീട്ടിലെ പായത്തിന്റെ ഇടയിലൊക്കെ കൂടി ഈ സാധനം കൊണ്ട് അള്ളാഹുവിലേക്ക് എത്തിപ്പെടുന്ന അത് ചിലപ്പോൾ പണിയുള്ള കാര്യമാണ്. എനിക്ക് തരുന്ന തരീഖത്ത് അത് എനിക്ക് സ്വന്തമാക്കി വെക്കാനുള്ളതല്ല, അത് മുഴുവൻ ആളുകൾക്കും കൊടുക്കാനുള്ളതാണ്. ഞാൻ ആർക്കെല്ലാം നൽകുന്നുവോ അവർക്കത് വളരെ ഈസിയായി, വളരെ എളുപ്പമായി കൊണ്ടു നടക്കാൻ പറ്റിയ തരീഖത്തായിരിക്കണം. സാഹസികമായ പരിപാടികളൊന്നും എനിക്ക് വേണ്ട, ഏറ്റവും എളുപ്പമുള്ള തരീഖത്തായിരിക്കണം. ഇപ്പൊ വെറുതെ തരീഖത്ത് കിട്ടിയ ആളെ കിട്ടിയിരുന്നു. വെറുതെ ഒരുപാട് എണ്ണ നടത്തുന്ന ആൾക്കാർ ഏറ്റവും സൗകര്യവും സുഖം നോക്കിയിട്ടാണ് പോകുന്നത്. കാരണം ശേഖന്മാരെ അന്വേഷിക്കണതിന് അവനാന്റെ വിഷമവും പ്രാരാബ്ദവും ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലാതെ അവനെ കിട്ടാൻ പ്രശ്നം വെച്ചൊന്നുമില്ല. അതിന്റെ കാലത്ത് ശേഖുണ്ട്, ആലുവയിൽ ശേഖുണ്ട്, ആശരി ആ ശേഖിലേക്ക് പോയാൽ ഇതിന്റെ കടങ്ങളൊക്കെ വന്നുള്ളൂ എന്നാ നമുക്ക് ആ ഉപയോഗിക്കാറുണ്ട്.
ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ ഈ ചില കാര്യങ്ങളൊക്കെ ആദ്യം നീയത്തിങ്ങനെ മുടക്കായിട്ടും പിന്നെ അവസാനം നന്നാകണ പരിപാടിയൊക്കെയുണ്ട്. ഞാൻ ആദ്യം ഇങ്ങനെ ഇന്ന് പഠിക്കാൻ പറഞ്ഞ സമയത്ത് ഇങ്ങനെ അവസാനം കിട്ടാൻ ഉദ്ദേശം വെച്ചിട്ടൊന്നുമില്ല ആദ്യം ഒരുങ്ങിയത്. പിന്നെ ഇങ്ങനെ പഠിച്ച് നോക്കുമ്പോൾ ആ സാധനത്തിന് സ്വഭാവമുണ്ട്. അള്ളാഹ്ക്കല്ല മറ്റൊന്നിനും വഴങ്ങാത്തൊരവസ്ഥയിലുണ്ട്. അതുകൊണ്ട് പിന്നെ അള്ളാഹ് കൈമാറി എന്നതുപോലെ ദേഹന്മാരെ പോയി കണ്ടാൽ അവരുടെ വിഷമത്തിരുന്നെന്ന് വിചാരിച്ച് പോയി. പക്ഷെ അവിടെ ചെന്നാൽ അവരെ അള്ളാഹു നിയോഗിച്ചതും അവരെ സ്ഥാനവും നിയോഗവും എന്തിനാണ് മനസ്സിലാക്കിയിരുന്നത്. പിന്നെ നമ്മളെ തെറ്റി മാറി ചിലപ്പോൾ. അതുകൊണ്ട് ജീരാനിശ്വരി സംഘപ്രവർത്തകർ ചിലപ്പോ പല കടപ്പിലൊക്കെ നിർമ്മിച്ച ആളുകൾ കണ്ടാൽ ദേഹത്തെ കൊണ്ടുപോകുമ്പോൾ വളരെ ശ്രദ്ധിച്ച് കാര്യങ്ങളും വിചാരങ്ങളും കൊണ്ടുകൊണ്ടിരുന്നു. അപ്പോ യാതൊരു പ്രശ്നവും ഇല്ലാത്ത പല ആളുകളും ചോദിക്കുന്നത് കൂടുതൽ ലക്ഷക്കണക്കായിട്ട് ചെല്ലാനുണ്ടോ, നമുക്ക് നമ്മുടെ പരിപാടികളൊക്കെ മുടങ്ങുമോ? അതൊന്നും പറ്റില്ല. മഹാനായ അലി റളിയല്ലാഹു അൻഹു പറയുന്നത് ഇത്തരം എല്ലാ കൗമിനെയും അവർക്കൊക്കെ ശരിക്കും ദീർഘദർശനം ചെയ്തുകൊണ്ട് ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കുന്ന ഒരു ത്വരീഖത്താണ്. അതുകൊണ്ട് വിഷമകരമായ ത്വരീഖത്താകാൻ പാടില്ല. വളരെ ഈസി ആയിട്ട് കൊണ്ടെടുക്കാൻ പറ്റിയതായിരിക്കണം. എന്നാൽ അള്ളാഹുവിന്റെ അടുക്കൽ ഇതിന് ഒട്ടും സ്ഥാനം കമ്മിയാകാൻ പാടില്ല. മറ്റുള്ള എത്ര സാഹസികമായ ജീവിതങ്ങളും എത്ര ബുദ്ധിമുട്ട് പിടിച്ച വഴികളിലും അധ്വാനിക്കുന്നതിനേക്കാൾ കൂടുതൽ അള്ളാഹിന്റെ അടുക്കൽ ഏറ്റവും സ്ഥാനമുള്ളതായിരിക്കും. അപ്പോ അള്ളാഹുവിലേക്ക് ഏറ്റവും എത്രയും പെട്ടെന്ന് അടുപ്പിക്കുന്നതാവണം. അതുപോലെ തന്നെ മനുഷ്യന്മാർ കൊണ്ടെടുക്കാൻ വളരെ എളുപ്പമുള്ളതായിരിക്കണം. ഇവിടെ പണ്ഡിതന്മാരിക്കൊന്നും പ്രത്യേകം പറഞ്ഞിട്ടില്ല. പല ആൾക്കാരങ്ങനെ പല സാധുക്കളും തെറ്റിദ്ധരിച്ച് വറ്റായി പോയിട്ടുണ്ട്. ത്വരീഖത്ത് പണ്ഡിതന്മാർക്കുള്ളതാണ്, പാമരന്മാർക്ക് ത്വരീഖത്ത് പറ്റുകയില്ല. പണ്ഡിതന്മാർ മാത്രം നന്നായാൽ മതി, പാമരന്മാർ നന്നാണ്ടാവുന്നില്ല. ഇനിയിപ്പോൾ ഈ കാലത്തൊക്കെ എത്ര പണ്ഡിതന്മാർ അവിടെ ഉണ്ടാകുമെന്ന് പറയേണ്ടതില്ല. കാരണം ഓരോ കോളേജിൻ്റെയും ദർശനത്തിൻ്റെ അവസ്ഥ നമുക്കറിയാം. അപ്പൊ ഇത് പണ്ഡിതന്മാർക്ക് മാത്രം പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞാൽ പിന്നെ ഖിയാമത്ത് നാളിലൊന്നും ഈ സാധനം ഉണ്ടാവില്ല. അപ്പോ അങ്ങനെ പണ്ഡിതനെന്നോ പാമരനെന്നോ നേതാവെന്നോ തൊഴിലാളിയെന്നോ യാതൊരു പക്ഷപാതത്വവും ഇല്ലാതെ സർവ്വ ആളുകളെയും തോബ ചെയ്യിപ്പിക്കാനും നന്നാക്കാനുമുള്ള ത്വരീഖത്താണ് ഖാദിരിയ്യ ത്വരീഖത്ത്. മഹാനായ അവിടുന്ന് ശരിക്കും മുഹീദ്ദീനായി മാറിയത് ഈ പരിശുദ്ധമായ ത്വരീഖത്തിന്റെ പവറാണ്. ദീന് ശരിക്കും സജീവമാകും. സങ്കുചിതമാക്കാതെ മുഴുവൻ ആളുകൾക്കും തോബാക്കിന് പശ്ചാത്തലത്തിൽ മടങ്ങി അവരുടെ ജീവിതം യഥാർത്ഥ അടുത്തും ചിന്തയോടെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള അവസ്ഥ ഈ പരിശുദ്ധമായ ത്വരീഖത്തിൽ ഉണ്ടായതുകൊണ്ടാണ് മഹാനായ അവിടുന്ന് പ്രവർത്തനം ആരംഭിച്ച സമയത്ത് ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും മഹാനായ ദർബാറിലേക്ക് ഒഴുക്കായിരുന്നു. അനേകായിരം ആളുകൾ ദൈനംദിന മഹാനായ ഔസലാത്തിന്റെ സന്നിധിയിലേക്ക് ഒഴുക്കായിരുന്നു. ഇത് ഏതെങ്കിലും വല്ല മൗലിക പറയണമല്ല. മഹാനായ നദവി സാഹിബ് അദ്ദേഹത്തിന്റെ ഇസ്ലാം എന്ന് പറയുന്ന ഒരു ഗവേഷണ പുസ്തകം എല്ലാവരും കിട്ടുന്ന പുസ്തകമാണ്. ഇവിടെ നിഷ്പക്ഷനായ ഒരു ചരിത്രകാരനാണെന്ന് പല ആൾക്കാരും അദ്ദേഹത്തിന്റെ വിലയിരുത്തിയിട്ടുണ്ട്. അദ്ദേഹം മഹാനായ ജിലാനി ശരിക്കും ഈ ലോകത്തെ ഒരു പരിഷ്കർത്താവായിട്ട് അവിടെ അവതരിപ്പിച്ച് കൊടുത്ത് പറയുന്നു. ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും ഒഴുക്കായിരുന്നു. പിന്നെ അള്ളാഹുവിന്റെ ഭാഗത്തേക്ക് പശ്ചാത്തലത്തിൽ മടങ്ങാൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് തൗബയുടെ 2 വാതിലും മാറ്റത്തെ തുറന്നു കിടന്നുകൊണ്ട് അവിടുന്ന് പ്രവർത്തനം ആരംഭിച്ചു എന്ന് നദവി സാഹിബ് പറയാം. മഹാനായ സന്നിധിയിൽ വരുന്ന ആളുകൾ അവരാരായിരുന്നാലും ശരി അവരുടെ ഉദ്ദേശം എന്താണെന്ന് മാത്രമാണ് അവിടെ നോട്ടം. തോബാത്തിൽ നന്നാവാൻ ഉദ്ദേശിക്കുന്ന ആളുകളാണെങ്കിൽ അവർക്ക് ത്വരീഖത്തുള്ളൂ. ചെറുപ്പിലൊക്കെ ഉണ്ട്. ആരും ഒന്നും ചോദിച്ചാൽ ഇതാ പരിപാടി. എനിക്ക് നിസ്കാരത്തിന്റെ കാര്യത്തിൽ കുറച്ച് മടിയുള്ള ആളാണ് എന്നൊരാൾ പറഞ്ഞാൽ നിസ്കാരമൊക്കെ ഒഴിവായി പോകുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യണം ചെയ്തവരുടെ ചോദിച്ചാൽ
നിനക്കുള്ള പണി ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് എത്തിക്കുന്നതാണ്. അപ്പോൾ നിന്റെ അലക്കതയും അടിയൊക്കെ പോകും. എന്നിട്ട് നല്ല ഉദാഹരണം കിട്ടും. സമയങ്ങളിൽ വളരെ കൃത്യനിഷ്ഠമായി നിസ്കരിക്കാൻ നിനക്ക് കഴിയും. വേറെ ചില കള്ളുടിയന്മാർ വന്ന് മഹാനവറുകളെ എനിക്ക് ഈ പരിപാടി നിർത്താൻ കഴിയില്ല, എന്ത് ചെയ്യണം, അവിടെ നിന്ന് രക്ഷപ്പെടുത്തണം എന്ന് പറയുമ്പോൾ അക്തിമേൻ പോലില്ല ഇല്ല ഈ പരിശുദ്ധമായ പരിവർത്തനത്തിന് വഴിയുവാൻ്റെ ഉപയോഗമാണ്. ഇങ്ങനെ തീർപ്പുരൂക്കിൽ പറയുന്നത് എന്തൊരു കേസ് പറഞ്ഞാലും ഏതൊരു കേസുമായി മഹാനവറുകളുടെ മുമ്പിൽ എത്തിപ്പെട്ടാലും അവിടുന്ന് അവർക്കൊക്കെ ഈ പരിപാടി കൊടുത്തിരുന്നതാണ്. അത് പണ്ഡിതനാണെന്നോ മറ്റൊന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. നേതാക്കളെയും അനുയായികളെയും രാജാക്കന്മാരെയും ഭരണീയരെയും എല്ലാം അവിടുന്ന് ഈ മഹത്തായ ദരീകത്ത് കൊണ്ട് നന്നാക്കിയിരുന്നെന്ന് അവിടുത്തെ ചരിത്രത്തിൽ കാണാൻ കഴിയുന്നു. അപ്പൊ ഇങ്ങനെ ഈ ദരീകത്ത് എന്നത് പണ്ഡിതന്മാർക്ക് മാത്രം നന്നാവാനുള്ള പരിപാടിയാണ് എന്ന് തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ നാം ശരിക്കും വീണ്ടും ഒന്ന് പുനർവിചിന്തനം നടത്തേണ്ടതുണ്ട്. മഹാനായ അലിയും കർമ്മഭാവത്തലാവചനവും ഇങ്ങനെ ആവശ്യപ്പെട്ട സമയത്ത് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പറഞ്ഞു, അലൈക്കും ഇംദാമിന് ദിക്രില്ലാഹി അസ്സ വജല്ല അസ്ററ ജഹറ, നീ ഇതിന്റെ കൽബ് കൊണ്ട് ഹൃദയം കൊണ്ടും നാവ് കൊണ്ട് സദാ സമയത്തുള്ള ദിക്റിലാവണം. അതാണ് അല്ലാഹുവിലേക്ക് എത്രയും പെട്ടെന്ന് എത്തിപ്പെടുത്താനുള്ള മാർഗം. വെറും നാവ് കൊണ്ടുള്ള പരിപാടി മാത്രമല്ല. മഹാനാദേവന്റെ മഹ്ദൂം റളിയല്ലാഹു അൻഹു ഈ അതിന്റെ ലാത്തിൽ എന്ന് പറയുന്നു, നാവ് കൊണ്ടൊക്കെ നമ്മൾ ചെല്ലുണ്ടെങ്കിൽ അത് കൽബിൽ പറ്റിയുള്ള പരിപാടി എന്നാണ് പറയുന്നത്. الإمام الزهري قدس والمقصد الأفضل مشاهدة الأولى وليكثر الأمر تلاوة مؤثرة ذكرا بكلمة طيبة متوسلة وليجتهد في وعاء قلب نطقه حتى يصير بقلبه متأصلا. എന്തിനാണ് തവസ്സുലായി പോണത്, കുറച്ചാൻ തിരുതി പോണതിന് എന്തിനാണെന്ന് വെച്ചാൽ അത് വന്ന് ഈ നാവും ഹൃദയം തമ്മിൽ ഒന്നായിരിക്കും. നാവിൽ തിരടി ഹൃദയത്തിലേക്ക് എത്താനുള്ള പരിപാടിയായിരിക്കും. അതായത് കൽബി മുതവസ്സിലാണ്. ശരിക്കും ഹൃദയത്തിൽ ഈ പരിശുദ്ധമായ കലിമ സ്ഥാപിക്കപ്പെടണം, സുദൃഢമായ സ്ഥാനം നേടണം. ഇതിനുള്ള മാർഗമാണെന്ന് മഹാനായ ജനതി മഖ്ദൂം റളിയല്ലാഹു അൻഹു ഈ അതിന്റെ അവസാനത്തിൽ പറഞ്ഞു. എന്നിട്ട് മഹാനായ അലി റളിയല്ലാഹു അൻഹു ഇതേപോലെ തന്നെ അവിടുന്ന് മഹാന്മാരായ അവിടുത്തെ ഖലീഫമാർക്ക് ഇത് കൊടുത്ത്, അവിടുത്തെ ശിഷ്യന്മാർക്ക് കൊടുത്ത്, ഇങ്ങനെ ശരിക്കും ഇതിങ്ങനെ പറഞ്ഞു കൊടുത്ത് കേട്ട് ഈ നിലയ്ക്ക് പോരുക എന്നുള്ളതാണ് ഇതിന്റെ മാർഗമെന്ന് മഹാന്മാരൊക്കെ പറഞ്ഞിട്ടുണ്ട്. രാമയിലൊക്കെ കാണാം ഈ ത്വരീഖത്ത് സിൽസിലത്തിനൊക്കെ എന്താ എന്തിനാണ് ഈ കൽബുകൾ തമ്മിലുള്ള ആത്മബന്ധം, ഇതാണ് ത്വരീഖത്തിന്റെ ഒരു സിർറ്. അതുകൊണ്ട് തന്നെ പാരമ്പര്യങ്ങളൊക്കെ മുറിച്ചു കളഞ്ഞ് ഞാൻ കിതാബ് നോക്കി ദിക്ർ ചെയ്യാന്നുള്ളതിന് ഇസ്ലാമിന്റെ അടിസ്ഥാനമില്ല. ശരിക്കും മഹാന്മാരായ മശായിഖന്മാരുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടായിരിക്കണം ഇത് ചെയ്യേണ്ടതെന്ന് മഹാന്മാരൊക്കെ രേഖപ്പെടുത്തി. മഹാനായ തന്റെ കിതാബുകളൊക്കെ പറയുന്നുണ്ട്, ഈ കൽബിന്റെ എല്ലാ മാലിന്യങ്ങളും നീക്കിക്കൊണ്ട് അതിന്റെ ഉന്നതമായ അവസ്ഥയിലേക്ക് എത്തിപ്പെടാറുള്ളത് ശരിക്കും ദുർബാധ ചെയ്ത് ആ ദിക്ർ പറഞ്ഞിരുന്ന ആളുകൾ, അതിന്റെ അവകാശികളാവുന്ന ആളുകൾ, അതിന്റെ ഖലീഫമാർ, അവരിൽ നിന്ന് ശരിക്കും അത് പറഞ്ഞു കിട്ടി അതനുസരിച്ച് ചെയ്യാതെ ഇവിടെ സാധ്യമല്ല. അപ്പോ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഹാനായ അലി റളിയല്ലാഹു അൻഹു പരിശുദ്ധമായ കലിമത്തുൽ തൗഹീദ് അതിന്റെ പണികളൊക്കെ പറഞ്ഞു കൊടുത്തു. മഹാന്മാരായ സഹാബത്തിനും ഇതിന്റെ ശേഷം എല്ലാവർക്കും ആ പണികൾ പറഞ്ഞു. പക്ഷേ ത്വരീഖത്തുകൾ ഒരുപാടുണ്ടെങ്കിലും മറ്റുള്ള ത്വരീഖത്തുകളൊക്കെ പരിശോധിച്ച് നോക്കിയാൽ ഈ പരിശുദ്ധമായ കലിമത്തുൽ തൗഹീദിന്റെ ഈ നിരന്തരമായ പണി നമ്മുടെ റൂഹിനെ 24 മണിക്കൂറും സാക്ഷിയാക്കിക്കൊണ്ടുള്ള ഈ പ്രത്യേകമായ